ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ വലിച്ചു നീട്ടി മുഖവരയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വ്ളോഗിലോട്ട് പോവാമെന്ന് ഞാനിങ്ങനെ ഫസ്റ്റേ തീരുമാനിച്ചതായിരുന്നു കേട്ടോ. രാവിലെ ഓൾമോസ്റ്റ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ രാവിലെ കാപ്പി ഉണ്ടാക്കലും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഡലിയായിരുന്നു രാവിലെ. അപ്പോൾ ഇഡലിയുടെ മാവ് ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ അപ്ലോഡ് ചെയ്ത അതായത് വീഡിയോയ്ക്ക് വ്ളോഗിന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ദേഷ്യപ്പെടലോട് കൂടിയ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ആ കമൻറ്റ് കണ്ടിട്ട്. വേറൊന്നുമല്ല, ഞാനതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തത് ഒരു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുത്തത് എന്തോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് അത് ഫീലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും സോറി കേട്ടോ. എന്തോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത്, നമ്മളിപ്പം എന്തെങ്കിലും ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ ഒരു കഥയ്ക്കോ ഒരു കവിതയ്ക്കോ ഒക്കെ നമ്മൾ പല ഇഷ്ടമുള്ള ക്യാപ്ഷൻസ് കൊടുക്കുമല്ലോ. അതേപോലെ എൻ്റെ വ്ളോഗിനും ഞാനൊരു ക്യാപ്ഷൻ അങ്ങ് കൊടുത്തതാണ്. പക്ഷേ ചേച്ചിക്കത് ഫീലായെന്ന് തോന്നുന്നു. ചേച്ചി പറഞ്ഞു ഞാൻ അൺസബ് ചെയ്ത് പോന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അൺസബ് ചെയ്തെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ചേച്ചിക്ക് ഫീലായെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇട്ട ക്യാപ്ഷനായിരുന്നു. വടി കൊടുത്തടി വാങ്ങിച്ചു എന്നുള്ളൊരു ഇതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായും പറഞ്ഞു സാരമില്ല, അതൊന്നും സാരമില്ല, ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോഴും അതൊക്കെ സ്വാഭാവികമാണ്. പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത്, അതൊന്നും മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനങ്ങ് എടുത്തു, ഉൾക്കൊണ്ടു, അതൊക്കെ. അപ്പോൾ ഇപ്പം ഇത്രയും നേരം ഞാൻ വോയിസ് ഓവർ കൊടുത്തപ്പം TV ഏതോ ഒരു പുതിയ സിനിമ ഇട്ടിട്ട് നല്ല വോളിയത്തിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതാണ് തുടക്കത്തിൽ എത്രയോ ഒരു ബഹളം കേട്ടത്. അപ്പം ഞാൻ രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ ആൾ വന്നത്. ഇത് കുറച്ച് നാളായി കേട്ടോ വന്നിട്ട്. അന്ന് മീൻതലേം തിന്നിട്ട് പോയ ആളാണ്. പിന്നെ അതാ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവന് ഞാൻ ഇച്ചിരി ചോറും എടുത്ത് ഒരു മീൻ കഷ്ണം എടുത്ത് ഇളക്കി കൊടുത്തു. ആളിച്ചിരി കുറുമ്പനാണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറും ഇന്നലത്തെ വറുത്തരച്ച മീൻകറിയുണ്ട്, ചൂര വറുത്തരച്ച് വെച്ച മീൻകറിയുണ്ട്. പിന്നെ എന്തോ ഇനി പറയുന്നത്, കോവയ്ക്കയല്ലല്ലോ, ഒരു സാധനം ഉണ്ടല്ലോ, കൂർക്ക എന്നാണ് മിക്കവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ അവിടെ ഇതിനെ ചീവക്കിഴങ്ങെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴത്തേനും ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ചേട്ടായി വന്നിട്ടുണ്ട്. പാല് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. നല്ല മഴയായിരുന്നേ. രാവിലെ പോയപ്പോഴും മഴയായിരുന്നു, ഉച്ചയ്ക്ക് വന്നപ്പോഴും മഴയാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പാലെടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങനെ അധികം ചായയോടെ ഇല്ല കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെയാണല്ലോ, ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് നിർത്തും, പിന്നെയും കൊതി വരുമ്പോൾ പിന്നെയും അത് തുടങ്ങും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പുതിയ ആൾ വന്നിട്ട് ചോറ് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചീവക്കിഴങ്ങെടുത്ത് ചിരണ്ടി അതും പെട്ടെന്നങ്ങ് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മീൻ പുരട്ടി വെച്ചത് ഇന്നലത്തെ ബാക്കി ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അതും കൂടി എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ അടുക്കളയിലത്തെ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിയും. പിന്നെ പാത്രങ്ങളും കഴുകി അവിടെ ഒന്ന് തുടച്ചിട്ടാൽ മതി. പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കിച്ചൺ വ്ളോഗല്ല, നമ്മൾ ഹാളും ഒക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കുക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പ്ലാനിങ്ങുകളുണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെയും ഞാൻ പ്ലാൻ ചെയ്തിട്ട്. ഇന്നലെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഇഡലി എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് കിട്ടുമല്ലോ. പെട്ടെന്ന് അടുക്കളയിലെ ജോലി തീർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാളിലോട്ട് പോയിട്ട് അവിടെ ക്ലീനിങ് ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്കെന്തോ ഒരു മഴയൊക്കെ കണ്ടപ്പോഴത്തേനും എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നാൽ മതി എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നത്. അതൊരു പണ്ടാരം തോന്നലാണ്, അത് സത്യമായിട്ടും പണ്ടാരം തോന്നലാണ്, നല്ല തോന്നലല്ലത്. അപ്പോൾ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു.
മീൻകറി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് പോന്നു, മീനും കൂടി വറക്കാൻ പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച്. നിങ്ങളുടെ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ്. ഞാനിന്ന് പൊടിയൊക്കെ അടിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ നേരത്തെയുള്ള വ്ളോഗുകളൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ ഹാളിലാണെങ്കിൽ ഇല്ലാത്ത ഫോട്ടോസില്ല, ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് തുടയ്ക്കണം. കുറേ ദിവസമായി ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട്, അതായത് ജനലൊക്കെ ഒന്ന് തുടച്ച്, ഫോട്ടോസൊക്കെ പൊടി തുടച്ച്, ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച്, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. ഇന്നലെ പ്ലാനിങ് ആയിരുന്നു. പക്ഷേ സമയമായപ്പോൾ എനിക്കെന്തോ ഒരു മടി. പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നറിയോ, തൂത്തുവാരി എല്ലായിടവും തറ മാത്രം തൂത്തുവാരിയിട്ട് വെറുതെ മോപ്പടിച്ച് വിട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പം തുടച്ചെന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ചെയ്തില്ല എന്നുള്ളൊരു വിഷമവും വരത്തില്ല. നമ്മൾ ചിലർ പറയുന്ന കേൾക്കാം, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്ലാനിങ്ങോടെ ചെയ്താൽ അത് കറക്റ്റായിട്ട് നമുക്കെല്ലാം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന്. ചിലർ പറയും നമ്മളൊന്നും പ്ലാൻ ചെയ്യരുത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, അപ്പോഴപ്പോഴ് തോന്നുന്നത് അപ്പോഴപ്പോഴങ്ങ് ചെയ്യുക, പ്ലാൻ ചെയ്താൽ ഒരു വകയും നടക്കത്തില്ലെന്ന്. പക്ഷേ ഇത് രണ്ടും എനിക്ക് വർക്കൗട്ടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് സമയമായപ്പം മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരോ വ്യക്തികളുടെയും സാഹചര്യത്തിനും അല്ലെങ്കിൽ മൈൻഡിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ ഞാൻ മീനും വറുത്തു, മെഴുക്കുവരട്ടിയാക്കി, ചോറും ആക്കിയിട്ട് നേരെ പോയത് ഹാളിലോട്ടാണ് കേട്ടോ. സിറ്റൗട്ട് തൂത്തിട്ട് നേരെ ഹാളും തൂത്ത് മോപ്പടിക്കാനായിട്ട് പോയി. അങ്ങനെ അതുകൊണ്ട് ഇന്നത്തെ ആ ഒരു പ്ലാനിങ് അങ്ങ് പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മൊത്തം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അതായത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലീനിങ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും. അതേപോലെ ക്ലീനിങ് മാത്രമായിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ്, ഡസ്റ്റ് ക്ലീനിങ് ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ തന്നെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ബെഡ്ഷീറ്റെല്ലാം മാറ്റി, പില്ലോ കവറെല്ലാം മാറ്റി, ബെഡെല്ലാം പുതിയതല്ല, കഴുകി ഉണക്കി വെച്ചിരുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ബെഡ്ഷീറ്റുകളും ഒക്കെ എടുത്തിട്ടുള്ള ബെഡ്ഷീറ്റുകളും കഴുകാനുള്ള പില്ലോ കവറുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്, അതെല്ലാം നനയ്ക്കാമെന്ന് വിചാരിച്ചു. പില്ലോ കവറുകളെല്ലാം ചെറുതായതുകൊണ്ട് ഇന്നലെ ഞാൻ നനച്ചിട്ടു കേട്ടോ. പക്ഷേ ബെഡ്ഷീറ്റുകളെല്ലാം അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഒരു 5-6 ബെഡ്ഷീറ്റെങ്കിലും കാണും അതെല്ലാം കൂടെ, ഓരോ പ്രാവശ്യമായിട്ട് ഓരോന്നിനും എടുക്കുമ്പോഴും. അപ്പോൾ അതിന്ന് കഴുകണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇന്ന് നടന്നില്ല. കാരണം വേറൊന്നുമല്ല, ഇന്നലെ നനച്ചിട്ടിരുന്ന തുണി ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഉണങ്ങി, അല്ലെങ്കിൽ അതൊന്ന് തോർന്ന് കിട്ടിയാൽ മാത്രമേ അടുത്തത് നമുക്ക് നനച്ചിടാനായിട്ട് പറ്റൂ. അപ്പം ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ വലിയ തുണികളല്ലേ, അന്നേരം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നാളെ ആവട്ടെ, നാളെ സോപ്പ് പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ട് നാളെ നനച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. തൂത്തുവാരലും ഓൾമോസ്റ്റൊക്കെ കഴിയാറായി കേട്ടോ. ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തു, ഹാളും സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത ബെഡ്റൂം, നീലൂട്ടൻ്റെ ബെഡ്റൂമിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ആണെങ്കിലും അപ്പുറത്തെ റൂമിലാണെങ്കിലും സ്ഥലം കുറവായതുകൊണ്ട് അങ്ങോട്ട് വിശാലമായിട്ട് നിന്ന് നമുക്ക് ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ബെഡിൻ്റെ അടി തൂക്കണമെങ്കിൽ തന്നെ ചൂല് നമ്മുടെ ഭിത്തിയിൽ വന്നിട്ട് തട്ടും. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമ്മുടെ കൈയൊക്കെ പോയി ഇടിക്കും എവിടെയെങ്കിലുമൊക്കെ. കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനും കറക്റ്റായിട്ട് വെച്ച് വീഡിയോ എടുക്കാനായിട്ടും പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ. വീടൊക്കെ നമുക്ക് സ്പേഷ്യസ് ആണ്, സൗകര്യങ്ങൾ നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട് വീട്ടിൽ. പക്ഷേ വീടും കൊള്ളാം, സ്ഥലമുണ്ട് എന്നാൽ സ്ഥലമില്ല എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ ഇപ്പം നമ്മുടെ.
അപ്പം അങ്ങനെ ഡൈനിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചവിട്ടിയൊക്കെ എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറേ ദിവസമായി ചവിട്ടിയൊക്കെ മാറ്റിയിട്ട് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതും അടുക്കളയിൽ കിടക്കുന്ന ചവിട്ടുമെത്തയൊക്കെ എടുത്ത് മാറ്റി വേറെ എടുത്തിടാനുള്ള ടൈമായി. കുറച്ച് ദിവസമായി അതൊക്കെ കഴുകിയിട്ടിട്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല പൊടിയടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒന്നാമത് ഈ ഒരു മേശ കണ്ടോ, ആ മേശ ഉളുത്ത് വീഴുന്നുണ്ട്. അപ്പം അതിൻ്റെ പൊടിയും പിന്നെ അല്ലാത്ത ബാക്കി പൊടികളും പിന്നെ അതിൻ്റെ അടിയിൽ കുറേ കവറുകൾ ഇരിക്കുന്നത് നമ്മുടെ റേഷൻ അരികളാട്ടോ. ഇതൊക്കെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അങ്ങ് വെക്കും. പിന്നെ അത് കുറച്ച് ദിവസമായി അത് മാറ്റി പൊടിയൊക്കെ തൂത്തുവാരി കളഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിങ്ങോട്ട് നീക്കി മാറ്റി വെച്ചിട്ട് അവിടെ എല്ലാം അങ്ങ് പൊടി തൂത്തുവാരി കളയാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കറുത്ത പൊടികളൊക്കെ എങ്ങനെയാണെന്നറിയത്തില്ല, അവിടെ എല്ലാം അങ്ങ് കറുത്ത പൊടികളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എങ്ങനെ കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ അത് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ആ കവറുകളെല്ലാം അതിൻ്റെ കീഴിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കീഴിൽ തുടച്ചില്ല കേട്ടോ ഞാൻ. അതും മടിയുടെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെ തുടയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അവിടെ ഇനി ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ അന്ന് തുടയ്ക്കൽ പാടിത്തിരി കുറവായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ വയ്യ. ഒന്നാമത് ചൂടെടുക്കുന്നു കേട്ടോ. മഴയുണ്ടെങ്കിലും ഈ നമ്മുടെ വീട്ടിൽ ഒരു ഇടുങ്ങിയ ഏരിയ പോലെയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ മുകളിൽ വേറെ വാടകക്കാരുണ്ട്, ഒരു ഫാമിലി ഉണ്ട് കേട്ടോ, ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു അടുക്കളയൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ ഫീലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുമായിരിക്കും. എല്ലാം ഡോറും എന്താ പറയുക, ജനലുകളും എല്ലാം തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പുമായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനെ എല്ലാ ജനലുകളും ഒന്നും തുറന്നിടാനായിട്ട് പേടിയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയായി പോകുന്നു. അത് നീലൂട്ടനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടും പേടിയായി. അതിനുശേഷം ഞാൻ പിന്നെ ജനലൊന്നും തുറന്ന് അങ്ങനെ ഇടാറില്ല. ഞാൻ ഇരിക്കുന്നെങ്കിൽ മാത്രമേ, ജനലിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നെങ്കിൽ മാത്രമേ തുറന്നിടാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അടച്ച് കുറ്റിയിട്ട് വെച്ചേക്കും. അപ്പം അങ്ങനെ പറഞ്ഞ് ഓൾമോസ്റ്റ് നമ്മുടെ ഹാളും വീട് മൊത്തത്തിൽ തൂത്തു വാരിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മോപ്പടിച്ചാൽ മാത്രം മതി. മോപ്പടിക്കുന്നത് ബെഡ്റൂമുകൾ രണ്ടും ചേട്ടായി മോപ്പടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മോപ്പടിച്ചിട്ട് ഞാൻ പുറത്ത് നമ്മുടെ ചവിട്ടുമെത്ത കഴുകാനായിട്ട് പോയി, സോപ്പ് പൊടിയിൽ മുക്കി വയ്ക്കാനായിട്ട് പോയി. അപ്പോഴത്തേനും ചേട്ടായി 2 റൂമും മോപ്പടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹാളും കൂടി മോപ്പങ്ങ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, ഞാൻ ക്ലീനിങ് വീഡിയോ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, നീ എടുത്തോ, വീഡിയോയിൽ വരാനായിട്ട് ഒരു ടീഷർട്ടൊക്കെ എടുത്തിടണം എന്നുള്ളൊരിത്. അന്നേരം ഞാൻ പറഞ്ഞു ഒരു ടീഷർട്ട് ഇട്ടിട്ട് അടിച്ചോ, ഞാൻ വീഡിയോ എടുത്തോളാം, കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ വേണ്ട, വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ പിന്നെ ഹാള് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ബെഡ്റൂം 2 ചേട്ടായി മോപ്പടിച്ചു. അങ്ങനെ ഹാളും കൂടി ഉള്ളായിരുന്നു. പിന്നെ വൈറ്റ് ടൈലും കൂടി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ അഴുക്കായാൽ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അതാണെങ്കിൽ പോകത്തില്ലെങ്കിൽ അതിട്ട് തേച്ച് ഉരച്ച് മോപ്പ് വെച്ച് ഉരച്ച് നമ്മുടെ പണ്ടാരം അടങ്ങും നമ്മൾ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഹാളും എല്ലായിടവും ക്ലീനാക്കി എന്താ പറയുക, ഓക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലായിടവും തുടയ്ക്കണം. നമ്മുടെ കസേരകൾ, നമ്മുടെ തയ്യൽ മെഷീന്, ജനലുകൾ, ഗ്ലാസ്, എല്ലായിടവും നമ്മുടെ കതക്, പിന്നെ ഫോട്ടോസ് എല്ലാം തുടച്ച് ക്ലീനാക്കി ഫുള്ള് ക്ലീനാക്കണമെന്നൊക്കെ വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ എൻ്റെ മൈൻഡ് പെട്ടെന്ന് രാവിലെ അങ്ങ് മാറി. ഒന്നും ചെയ്യാനായിട്ടൊന്നും തോന്നുന്നില്ലായിരുന്നു കേട്ടോ. എന്തോ മൂഡ് സ്വിങ്സ് ആണോ, ഇതിനെയൊക്കെ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാമോ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ എൻ്റെ മൈൻഡ് അങ്ങ് മാറി. അതൊന്നും ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് കിട്ടണം എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ ഓടിയത് കണ്ടോ, അവനും ചോറ് കൊടുത്തായിരുന്നു കേട്ടോ. ചോറ് കഴിച്ചിട്ട് ഓടിയ ഓട്ടമാണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ക്ലീനിങ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു ഉണർവില്ലാത്ത വ്ളോഗായിട്ട് നിങ്ങൾക്ക് തോന്നാം കേട്ടോ. എന്തോ ഒരു മൈൻഡ് ഓക്കെ അല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഇരിക്കുമെന്ന്
തോന്നുന്നില്ല. അപ്പോൾ അതേപോലൊരു ദിവസമായിരുന്നു എനിക്കും ഇന്ന്. എന്താണെന്നറിയത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാനിന്ന് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടിപൊളി ദിവസങ്ങളായിരിക്കട്ടെ. ഇനി അങ്ങോട്ട് വരുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ സാധിച്ച് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ കണ്ടതിനും എന്നെ സഹിക്കുന്നതിനും എന്നെ സഹായിക്കുന്നതും ഒക്കെ നന്ദി. ടാറ്റാ.